ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു ഫിസിക്സിലെ 6ാമത്തെ പാഠമായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever the magnetic flux linked with a closed circuit changes, an EMF is induced in the circuit. This phenomenon is called electromagnetic induction. The EMF induced in the circuit is called induced EMF, and the current due to the induced EMF is called induced current. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന EMFനെ ഇൻഡ്യൂസ്ഡ് EMF എന്നും ഇത് കാരണമുണ്ടാകുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും പറയുന്നു. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആദ്യത്തെ ഫാരഡേസ് ലോസ് ആണ്. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. The induced EMF lasts as long as the flux changes. The magnitude of the induced EMF is equal to the rate of change of magnetic flux. ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാകുന്നു എന്നാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനോട് ആനുപാതികമായിരിക്കും. അല്ലെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇഫ് d∅ is the change of magnetic flux linked with a coil in a small time interval dt, then the magnitude of induced EMF epsilon is equal to d∅ by dt. എപ്സിലോൺ ഇസ് ഈക്വൽ ടു d∅/dt എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫൈ ഈക്വൽ ടു B.A എന്നാണ്. ക്യാപിറ്റൽ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, A എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഫാരഡേസ് ലോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിയമം കാണാം. ലെൻസസ് ലോ എന്നാണ് അതറിയപ്പെടുന്നത്. Lenz's law states that the induced current produced in the circuit flows in such a direction that it opposes the change or the cause that produces the change. അതായത് ലെൻസസ് ലോ തരുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരുന്ന നിയമമാണ് ലെൻസസ് ലോ. ഈ ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഫ്ലോസ് ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഓർ ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ കറണ്ട്. എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് ഈ നിയമം പറയുന്നത്. അതായത് ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅/dt. The negative sign shows that the induced EMF opposes the change in the magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കുന്നോ അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് ഈ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഉള്ളത് ശ്രദ്ധിക്കുക. ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു -d∅/dt. ലെൻസസ് ലോ എന്ന് പറയുന്നത് ശരിക്കും കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞ നിയമത്തിനെ തന്നെ മറ്റൊരു രൂപമായിട്ടാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഷണൽ EMF ആണ്. അപ്പോൾ എന്താണ് മോഷണൽ EMF എന്ന് നോക്കാം. കൺസിഡർ എ റെക്ടാങ്കുലർ കണ്ടക്റ്റിംഗ് ഫ്രെയിം ആസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ തന്നിട്ടുള്ള പോലെ ഒരു റെക്ടാങ്കുലർ MSRN എന്ന് പറഞ്ഞ ഒരു കണ്ടക്റ്റിംഗ് ഫ്രെയിം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇൻ വിച്ച് ദ കണ്ടക്ടർ PQ ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V. ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ PQ എന്ന് പറഞ്ഞ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് നമുക്ക് യഥേഷ്ടം മൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി V. എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് എസ്റ്റാബ്ലിഷ്ഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ സിസ്റ്റം. നമ്മൾ വെച്ചിരിക്കുന്ന ആ കണ്ടക്ടറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ B ആണ്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാഗ്നറ്റിക് ഫ്ലക്സ് φ = BA cos തീറ്റ. തീറ്റ ഇവിടെ 0 ആയതുകൊണ്ട് BA എന്ന് കിട്ടും. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ആ റെക്റ്റാങ്കുലർ ഫ്രെയിം നോക്കൂ, അതിൻ്റെ ഏരിയ എങ്ങനെ കിട്ടും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L × X. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore φ = BLX. As X is changing with time, the magnitude of the induced EMF epsilon is equal to d∅/dt. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു d∅/dt ആണെന്ന്. ആ ഫ്ലക്സിൻ്റെ ഇക്വേഷനിൽ φ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d/dt ഓഫ് BLX. അപ്പോൾ d/dt ഓഫ് BLXൽ ബിയും എല്ലും പുറത്തേക്ക് എടുക്കണു, dx/dt ഇടുന്നു. വാട്ട് ഈസ് dx/dt? ദറ്റ് ഈസ് വെലോസിറ്റി. So epsilon is equal to BLV. This is the magnitude of induced EMF. അപ്പോൾ ഇതിനെയാണ് മോഷണൽ EMF എന്ന് വിളിക്കുന്നത്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു BLV. ഇത് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം.